സിമിർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രേപ്പ് ഫാബ്രിക്സുമായിട്ടാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരിക 55 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കാണിക്കാറുള്ളതാണ്, എന്നാലും കൂടെ ഒന്ന് എടുത്തു പറയാം. ഇത് നമ്മൾ നോർമൽ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കൂടാതെ ഇപ്പം നൈറ്റിക്കൊക്കെ ആയിട്ടാണെങ്കിലും ഒരുപാട് പേര് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും. നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള പ്രയർ ഡ്രസ്സില്ലേ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇത് നിഴലടിപ്പില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ നമുക്ക് ലൈനിങ് ഇടണമെന്നുള്ളവർക്ക് കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് മെറ്റീരിയലും രണ്ടിൻ്റെ പ്ലെയിൻ ഫാബ്രിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ലൈനിങ് ആയിട്ട്. അപ്പം നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ദേ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു വലിയ പ്രിന്റ് ആണ് കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. നല്ലൊരു വൈറ്റും ഒരു പീകോക്കിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടയിൽ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റില്. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരിക 55 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2.5 മീറ്ററാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല ഹൈറ്റും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ ഉള്ളവർക്കാകുമ്പോൾ അതിൽ വ്യത്യാസം വരും കേട്ടോ, നല്ല ലെങ്ത്തിലൊക്കെ തയ്ക്കാനൊക്കെ വരുമ്പോൾ. പിന്നെ നമുക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ മെറ്റീരിയൽ ആണ്. നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫിയുടെ ഒക്കെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. നേരത്തെ കണ്ട സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഡിസൈൻ, കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഒനിയൻ ഷെയ്ഡും വൈൻ കളറും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. സെയിം പ്രിന്റ് തന്നെയാണ്, ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറും ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ്. എല്ലാം തന്നെ നല്ല നല്ല അടിപൊളി കളേഴ്സ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു വലിയ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻസ് ആണ്. നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സിന്റെ കളർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിലൊക്കെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഇടയിലൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും കളർ ചേഞ്ചുകളൊന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ്. സെയിം പ്രിന്റും സെയിം ഡിസൈനും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇനിയും 2 കളറും കൂടെ അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിലാണ്. അതിലും ഇതുപോലെ ഫ്ലവർ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. നല്ല ഫ്ലവർ ഡിസൈൻസ് ഒക്കെ അല്ലേ വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം കളർ ബോട്ടത്തിന് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക്കും ഉണ്ട് കേട്ടോ, അതെടുത്താലും മതി. പിന്നെ ഷോള് മാത്രം സെപ്പറേറ്റ് എടുക്കാം. ഇപ്പോൾ പിന്നെ എല്ലാവരും ഷോൾ അധികം യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ പിന്നെ ടോപ്പും ബോട്ടവും ഒരുപോലെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് സെറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. അപ്പൊ ഈ ഒരു ഡിസൈനിലെ ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. ബ്ലൂവിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ ഡിസൈൻ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു വലിയ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ വരുന്നതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ലെങ്ത് വൈസിലാണ് ഈ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് എത്ര മീറ്റർ വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഓർഡർ തരിക കേട്ടോ. സ്ലീവിലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കളേഴ്സ് അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡും യെല്ലോയും മിക്സ് ആയിട്ടാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വൺ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീനും ഓറഞ്ച് ഷെയ്ഡും കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡും നല്ലൊരു സാഫ്റ്റ്വെയർ ഗ്രീനും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഇടയിൽ ഈ ഒരു ലൈൻ പോലെ പോയിട്ടുള്ളത് എല്ലാത്തിലും തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ഡിസൈൻ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കണ്ടോ ചെറിയൊരു ഇങ്ങനെ നമ്മുടെ ഈ CG-യുടെ ഒക്കെ ഒരു ഡിസൈൻ വരില്ലേ, ആ ഒരു അതുപോലെ ഒരു ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിസൈൻ കണ്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്, ലൈൻസ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെയും കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, അത് ഓരോന്നായിട്ട് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി 2 കളറും കൂടെ ഉണ്ട്, അതൊന്ന് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മുടെ കാക്കി കളറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ചേർന്ന ഒരു ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡാണ്.
ഇതിലും മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിഡ്ത്ത് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരിക 55 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് കാണും. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ചെറുപയർ പച്ച കളറിൻ്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത്, ഒലീവ് ഷെയ്ഡ് അല്ല, അതും അല്ലാത്തൊരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല സൂപ്പർ കളേഴ്സാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എടുക്കേണ്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. പക്ഷെ ആർക്കെങ്കിലും അതല്ല 2 മീറ്റർ അല്ല അധികമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുക. അതായത് ബൾക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ബണ്ടിൽ പാടൊന്നും നിങ്ങൾ എടുക്കണ്ട. മിനിമം ഒരു 10 മീറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റ് ഉണ്ടല്ലോ ഈ 55 റുപ്പീസ് എന്നുള്ളത് നേരെ മാറിയിട്ട് ഹോൾസെയിൽ റേറ്റിലേക്ക് പോകും കേട്ടോ. വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് അപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ കയറി നോക്കുക, നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിൽ ഇട്ട് തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് ത്രൂ ആണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ തന്നെ നിങ്ങൾ 10 മീറ്റർ എടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല മെറ്റീരിയലിൽ നിന്ന് ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഓരോ ഐറ്റവും ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഡെലിവറി ചെയ്യുക. അതല്ല ആർക്കെങ്കിലും DTDC വഴി വേണമെങ്കിൽ അങ്ങനെയും ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്രിന്റ് കാണാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ചെറിയ ചെറിയ പ്രിന്റ് ആണ് കേട്ടോ. ചെറിയ വൈറ്റ് കളറിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് നോർമലി കുർത്തീസിന് മാത്രമല്ല നമുക്ക് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഡിസൈൻ ആണല്ലേ. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈൻ അല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർ 4 മീറ്റർ അതിനനുസരിച്ചായിട്ടൊക്കെ ഓർഡർ തന്നാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയെന്നൊന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കും വൈറ്റും കൂടെ കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കളർ നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡാണ്. കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കളറും കൂടെ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്, അതൊന്ന് നോക്കാം. നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത്. അപ്പോൾ ഞാൻ പറയില്ല, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വൈറ്റ് പ്രിന്റ് വന്നിട്ടുണ്ട്, അതിൽ ചെറിയ ഡോട്ട് പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോസുമായി വീണ്ടും വരും. ഓക്കെ, ബൈ.